ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. കട്ടൻ ചായ 102 അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രശ്മി വെൽക്കംസ് യു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2352 പേരായി. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റസ് മേക്ക് എ ചായ, കട്ടൻ ചായ. ഇതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ: വെള്ളം, ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, പിന്നെ ചെരുവൻ, വെള്ളം എടുത്തു വച്ചിരിക്കുന്ന ഗ്ലാസ്, പിന്നെ അത് പിടിക്കാനുള്ള ടോങ്സ് എന്ന് പറയുന്ന സാധനം, ചിംട്ടി എന്ന് പറയും, ചിംട്ടി, അരിക്കാനുള്ള സാധനം, ഒരു മഗ്ഗും ഒരു ഫിൽറ്ററും സ്പൂണും എല്ലാം. പിന്നെ ഇടാനുള്ള സാധനങ്ങൾ, ചായയിലേക്ക് ഇടാനുള്ള സാധനങ്ങൾ ഓരോന്നോരോന്ന് എടുക്കുകയാണ്. അപ്പോൾ ആദ്യം എടുത്ത് വെച്ച് തേയില, പിന്നെ കറുവാപ്പട്ടയും ഏലക്കായും അത് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തത്. കറുവാപ്പട്ട, ഏലക്ക, ഇഞ്ചി മിക്സിയിൽ അടിച്ചെടുത്തതാണ്, ചെറുതായിട്ട് അടിച്ച്. അപ്പോൾ സ്വീറ്റ്നർ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സ്വീറ്റ്നർ പഞ്ചസാര രഹിത മധുരം എന്നാണ് അതിൻ്റെ മലയാളം വേർഡ്, പഞ്ചസാര രഹിത മധുരം. അപ്പോൾ ആ ചായ ഒഴിച്ച് വയ്ക്കാനുള്ള കപ്പ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പൊക്കെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണ്. അപ്പം നമ്മൾ ഹീറ്റർ ഓൺ ചെയ്തു. 120 ആണ് അതിൻ്റെ അപ്പോഴത്തെ അടയാളം. അത് 118 ആകുമ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിരിക്കും. അപ്പോൾ വെള്ളം തിളച്ച് വരിക എന്നുള്ള ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഹീറ്റർ ഓൺ ചെയ്തിരിക്കുന്നതുകൊണ്ടും ക്യാമറ ഓണാണ്. അതുകൊണ്ട് ആ സമയം കൊണ്ട് 2 മിനിറ്റ് സമയം കൊണ്ട് എനിക്ക് നിങ്ങളോട് 2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് കുഴപ്പമില്ല. ആദ്യമായിട്ട് പറയാനുള്ളത്, എന്തിനാണ് ഈ പ്രോഗ്രാം ഞാൻ എപ്പോഴും ഇടതടവില്ലാതെ ചെയ്യുന്നത്? ഓരോ ദിവസവും ഇത് പ്രത്യേകം ചെയ്യുന്നത് സെയിം തന്നെയെന്ന് തോന്നുന്നതാണ്. പക്ഷേ ഇത് പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും ഞാൻ വേറെ വചനങ്ങളാണ് വായിക്കുന്നത്. വചനം വായിക്കുന്നത് നമുക്ക് നല്ലതാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ അത് മാറിപ്പോകാനായിട്ട് നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ നമുക്ക് സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് നല്ലതാണ്. സബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അവരവരുടെ ഇതിൽ എഴുതുന്നതൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് കൂട്ടാക്കാവോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു കോഡ് തരികയാണ്. എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമുള്ളവർ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക, അതിലേക്കൊരു ഇമോജി ഇടുക, ക്ലോസ് ചെയ്യുക. അതായത് 3 സെക്കൻഡ് നേരം നിങ്ങളത് ഓൺ ചെയ്ത് വെച്ചാൽ മതി. 3 സെക്കൻഡ് ആണെങ്കിൽ ഒരു വ്യൂ എന്നുള്ളതിൻ്റെ കണക്കുണ്ട്. അപ്പോൾ ഇതങ്ങനെ ചെയ്യുക. വെള്ളം തിളയ്ക്കാറായി. അങ്ങനെ അതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് മറക്കരുത്. അതായത് ഒരു ഇമോജി ഇടുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. ഒന്ന്, നമ്മൾ ഈ എന്തിനാണിത് കണ്ടിന്യൂ ചെയ്യുന്നത്? അപ്പോൾ ഇതിനകത്ത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. അത് യൂട്യൂബിനകത്ത് ഉള്ളൊരു ഇതാണ്. യൂട്യൂബിൻ്റെ അകത്ത് കൺസിസ്റ്റൻസി ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും പ്രയോജനം കിട്ടുള്ളേ. 118 നമ്മൾ ചായയുടെ ഇല ഇട്ടു. ചായ ഇല ഇട്ടതിന് ശേഷം തിളയ്ക്കാം. കുറച്ച് നേരം കൂടി തിളച്ചോട്ടെ, കുഴപ്പമില്ല. ഇനി അതിന് നമുക്ക് ശരിക്കും ഹീറ്റർ ഇപ്പം ആയി. ഇനി നമുക്ക് അതിനെ സ്വിച്ച് ഓഫ് ചെയ്യാം. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം തിളയ്ക്കുന്നത് നിന്നു. ഇനി നമുക്ക് ഫിൽറ്റർ ചെയ്യാം. ഉടനെ വേണ്ട, സ്വല്പം നേരം വെച്ചുകൊണ്ടിരുന്നിട്ട് മതി. ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൂടുള്ള പാത്രം പിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ചിംട്ടി അഥവാ ടോങ്സ്. ഇനി നമ്മൾക്ക് വേണ്ടത് ഫിൽറ്ററിങ് യൂണിറ്റ് എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. അതിനകത്ത് ഈ മഗ്ഗിനകത്ത് അരിപ്പ അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ഈ വെള്ളം ചിമിട്ടി കൊണ്ട് പിടിച്ചിട്ട് ഒഴിക്കുക. ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ ചെരുവൻ, അപ്പോൾ 2 സ്വീറ്റ്നറിട്ട്. അപ്പോൾ ആ ഒരൊറ്റ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫിൽറ്ററിങ് യൂണിറ്റ്. അതായത് നമുക്ക് ഇത് ഷൂട്ടിങ് ചെയ്യാനായിട്ട് ഫോട്ടോഗ്രാഫറൊന്നും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തിളച്ച സാധനത്തിൻ്റെ അകത്ത് അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം അത് നമ്മൾ അതിലേക്ക് ആ മഗ്ഗിലേക്ക് ഒഴിച്ചു. മഗ്ഗിലേക്ക് ഇപ്പോൾ ചായയെല്ലാം അരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ഒരു ഫോട്ടോഗ്രാഫറുടെ ആവശ്യമുള്ള ഭാഗം. അതിനിപ്പോൾ നമ്മൾ അതിന് കണ്ടുപിടിച്ച മെത്തേഡാണത്. മഗ്ഗിനകത്ത് ഒഴിക്കുക, ഇളക്കുക. അപ്പോൾ ഒരു കൈ എപ്പോഴും ഫ്രീ ആണ് എൻ്റെ മഗ്ഗ്. അത് നമ്മൾ ആ കപ്പ് കൊണ്ടുവന്ന് വെച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ കപ്പ്. ഈ കപ്പ് ഞാൻ ഇത്തരം 6 മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അത് ആ കപ്പെല്ലാം പൊട്ടുന്നവരെ നിങ്ങളെ കൊണ്ട് ഞാൻ ചായ കുടിപ്പിക്കും. പിന്നെ യൂട്യൂബ് തുടങ്ങിയ പിന്നെ ഒത്തിരി ചിലവാകുന്നുണ്ട് പൈസ. അപ്പോൾ നമ്മൾ വചനം വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാദറോട് കൂടി തന്നെ ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നു. നമുക്ക് വചനം തരുന്നത് ഫാദർ മാത്യു വൈരാമണ്ണിലച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നാണ്. ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ 27:11-32. അത് ഞാൻ ബൈബിൾ അതിൽ നിന്ന് എടുത്തു. ബൈബിൾ എടുത്തു കഴിഞ്ഞിട്ട് ആ 2 ഭാഗവും ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് കണ്ണ് കാഴ്ച കുറവാണ്, അതുകൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ടിൽ നിന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ അധ്യായം 27, 11-ാമത്തെ തിരുവചനം. കർത്താവേ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് ശത്രുക്കൾ ഉള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. അധ്യായം 32, 8-ാമത്തെ തിരുവചനം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചു നിന്നെ ഉപദേശിക്കാം. വചനം ഇവിടെ തീർന്നു. നമ്മൾ ഈ വചനം കേട്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം.